ഇന്ത്യ അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് സാർ? അതും പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ബൈപോളാർ പൊളിറ്റിക്സ്, ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണി രാഷ്ട്രീയം, അവർ രണ്ടുപേരും കൂടി ചേർത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു 80%-ഓളമുള്ള വോട്ട് ഷെയർ, അതിനെ മറികടക്കാനുള്ള ഒരു ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞാൽ, അത് പറ്റുമെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബൈപോളാർ പൊളിറ്റിക്സിന്റെ ശക്തിയെ ദുർബലപ്പെടുത്താതെ പറ്റില്ല. പക്ഷെ നാഷണൽ പൊളിറ്റിക്സ് വരുമ്പോൾ ബൈപോളാർ പൊളിറ്റിക്സിനകത്ത് തന്നെ UDF ഉണ്ടാകുന്ന ഒരു ഹിസ്റ്റോറിക്കൽ അഡ്വാൻറ്റേജ് അവൾ നിലനിൽക്കുന്നു. അതാണ് രമേശ് ചെന്നിത്തല ഇന്നലെയും പറഞ്ഞത്. മോദി വരട്ടെ, വീണ്ടും വീണ്ടും. പോളറൈസേഷനാണ്. മോദി വരുമ്പോൾ മറുവശത്തും പോളറൈസേഷനാണ്. മറുവശത്ത് സെക്കുലറൈസേഷൻ അല്ല, മറുവശത്തും പോളറൈസേഷനാണ്. ഇപ്പൊ രണ്ടു വശത്തും പോളറൈസേഷനാണ് നടക്കുന്നത്. ആ പോളറൈസേഷൻ UDFന് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെയാണ് BJPക്ക് വളരാനുള്ള സാധ്യതയ്ക്കുള്ള ലിമിറ്റ്സ് ഉള്ളത്. അപ്പോൾ ഒരു ഡെമോഗ്രാഫിക് ഡിസഡ്വാൻറ്റേജ് BJPക്ക് കേരള പൊളിറ്റിക്സിലുണ്ട്. ഐഡിയോളജിക്കലായിട്ടുമുണ്ട്, സോഷ്യലായിട്ടുമുണ്ട്. ഈ പശ്ചാത്തലം ഇതിൽ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിൽ BJPക്ക് വളരാൻ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ വെസ്റ്റ് ബംഗാൾ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പോലും BJP പ്രധാന പ്രതിപക്ഷമായി. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് BJPക്ക് പശ്ചിമ ബംഗാളിൽ കിട്ടുമ്പോൾ കേരളത്തിൽ ഉള്ള സ്ഥിതി അതാണ്. അത് എനിക്ക് തോന്നുന്നത് BJPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജിയാണ്. അത് വളരെ ശക്തമായ ക്യാമ്പയിൻ സ്ട്രാറ്റജി. ഇപ്പോൾ ഉത്തർപ്രദേശിൽ അവർക്ക് 72 സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 80 അവിടെ 72 അല്ല 80 തന്നെ കിട്ടിയാൽ പോലും കേരളത്തിലെ ഒരു സീറ്റാണ് അതിനേക്കാൾ മൂല്യം വരുന്നത്. കാരണം കേരളത്തിൽ ഒരു സീറ്റിന് UPയിലെ 80 സീറ്റിനേക്കാൾ വിലയുണ്ട്. ഇവിടെ ഒരു സീറ്റ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ BJPയെ തടയാൻ പറ്റില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് UDFും LDFും ശക്തമായിട്ട് BJP വെച്ചത്. അപ്പൊ അങ്ങനെ UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ NDAക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു വലിയ തരംഗമുണ്ടായാൽ ആ സാഹചര്യം ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ട അവിടെ PC ജോർജ് വരും എന്നുള്ള നിലയിലും PC ജോർജ് ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയായി. പിന്നീടാണ് അവിടെ അനിൽ ആന്റണിയുടെ വരവ്. മോദി അവിടെ റോഡ് ഷോ നടത്തുന്നു. ഇവിടെ അനിൽ ആന്റണി ജയിക്കുമെന്ന് പറയുന്നു. അവിടെ ഇപ്പോൾ ഒരു താരപരിവേഷമുണ്ട് ആ മണ്ഡലത്തിന്. അവിടുത്തെ ഒരു സ്ഥിതി അനിൽ ആന്റണി വന്നതുകൊണ്ട് എന്തെങ്കിലും അവിടെ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അനിൽ ആന്റണി രാഷ്ട്രീയത്തിൽ ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല, നേരത്തെ പത്മജയുടെ കാര്യം പറഞ്ഞ പോലെ അനിൽ ആന്റണിക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച വലിയ പാരമ്പര്യമൊന്നുമില്ല. പത്മജ 3 തെരഞ്ഞെടുപ്പിലെങ്കിലും മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമല്ല. IT രംഗത്ത് മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രസംഗങ്ങളും ഒന്നും അങ്ങനെ ഒരു കാരിസ്മാറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ആകർഷണമായിട്ട് തോന്നുന്നില്ല. പിന്നെ പത്തനംതിട്ടയിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം മുൻകൂട്ടി അദ്ദേഹം ചെയ്തിരുന്നോ എന്ന് നമുക്ക് തെളിവില്ല. BJPക്ക് അടിത്തറ ഉണ്ട് എന്നുള്ളതല്ലാതെ അതിൽ വോട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള ഒരു കാരിസ്മാറ്റിക് കാൻഡിഡേറ്റ് ആയിരിക്കണം. അത് നടന്നില്ല. A കാൻഡിഡേറ്റിന്റെ മകൻ BJPയിൽ ജോയിൻ ചേർന്നു എന്നുള്ള ഒരു വലിയൊരു വാർത്താ പ്രാധാന്യത്തിനപ്പുറം കാടിളക്കി ഒരു വോട്ട് ഷിഫ്റ്റിന് ഉള്ളൊരു സാഹചര്യം അനിൽ ആന്റണിക്ക് ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ മത്സരം UDFും LDFും തമ്മിൽ തന്നെ. അവിടെ തോമസ് ഐസക്കിന് എത്രത്തോളം സാധ്യത സാർ കാണുന്നു? പത്തനംതിട്ട പരമ്പരാഗതമായ ഒരു കോൺഗ്രസ് മണ്ഡലം. വയനാടും പത്തനംതിട്ടയും കേരളത്തിലെ പരമ്പരാഗതമായ, അത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഇടുക്കി പറയാം. അപ്പോൾ ആ നിലയ്ക്കുള്ള ശക്തമായൊരു UDF മണ്ഡലം എന്നുള്ള നിലയിൽ തോമസ് ഐസക്കിന് വളരെ പെട്ടെന്ന് അവിടെ പെനട്രേറ്റ് ചെയ്ത് വലിയൊരു വിജയം നേടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് UDFിൻ്റെ ബേസ് അവിടെ ശക്തമാണ്. അതോടൊപ്പം തന്നെ LDFിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. കിഫ്ബിയെക്കുറിച്ചുള്ള ആക്ഷേപമെല്ലാം തോമസ് ഐസക്കിന് ദോഷം ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു ഇടതുപക്ഷ വിജയം അത്ര എളുപ്പമല്ല. ഓക്കെ, ആ മണ്ഡലത്തിൽ നേരത്തേക്കാണെങ്കിൽ ശബരിമല ഇഷ്യൂ പോലെയുള്ള സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇത്തവണ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ല. അപ്പോൾ അവിടെ നിലവിലെ MP തന്നെ എന്തുവന്നാലും വിജയിച്ചു പോകുമെന്ന് തന്നെ കരുതുന്നുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നത് അവിടെ കോൺഗ്രസിന് വിജയ സാധ്യത കൂടുതലാണെന്നാണ്. UDFിന്റെ പശ്ചാത്തലം അതിന് വലിയ മാറ്റമുണ്ടായിട്ടില്ല. പിന്നെ ലോക്സഭയിലേക്ക് പോകുമ്പോൾ തോമസ് ഐസക്കിനെ എത്തിച്ചാൽ അവിടെ കുറച്ച് പ്രസംഗം നടത്തും എന്നുള്ളൊരു ഫീലിങ്ങിനപ്പുറം അത് രാജ്യസഭയിൽ കൂടി ആകാമല്ലോ എന്ന് ജനങ്ങൾക്ക് തോന്നാം. പിന്നെ മാത്രമല്ല, ആന്റോ ആന്റണിക്കുള്ള ഒരു ജനകീയത വളരെ പെട്ടെന്ന് മാറ്റാനും കഴിയില്ല. ആന്റോ ആന്റണിക്ക് അവിടെ നല്ലൊരു ബേസ് ഉണ്ട്. അത് പരമ്പരാഗതമായിരുന്നു. പിന്നെ മാവേലിക്കര ഉള്ളതുപോലത്തെ ഒരു ആവർത്തന വിരസത ആയിട്ടില്ല. 3 തവണയല്ലേ അദ്ദേഹം ജയിച്ചു, അല്ലേ? 3 തവണയല്ലേ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത്രത്തോളം ഒരു ആന്റി ഇൻകംബൻസി ആന്റോ ആന്റണിക്ക് ഇല്ല. കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും
അതിന് ശിവദാസൻ നായരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് പോകുന്നു എന്നൊക്കെ ഭയമുണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ വരുന്നുണ്ട്. അതൊക്കെ കോൺഗ്രസിന് ചില്ലറ ദോഷം ചെയ്യും. പക്ഷേ ഇതിനപ്പുറം കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ BJPയുടെ വോട്ട് ഷെയർ വളരെ അങ്ങ് വർദ്ധിക്കുകയില്ല. കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ വോട്ട് ഇത്തവണ അനിൽ ആന്റണി കിട്ടുമോ എന്ന് സംശയവുമാണ്. ഓക്കെ, നമുക്ക് ഇനി മോദി 2 തവണയും കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ് ഇവിടെ 2 അക്കം തികയ്ക്കുമെന്ന്. നിലവിൽ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഇല്ല എന്ന് രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് മോദി ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു ഇവിടെ 2 അക്കം? അത് അണികളിൽ ആവേശം സൃഷ്ടിക്കുന്നതിന് അപ്പുറം വേറെ എന്തെങ്കിലും ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ? സാർ എങ്ങനെയാണ് ഇത് നോക്കി കാണുന്നത്? കേരളത്തില് പരമ്പരാഗതമായ BJPക്ക് ഒരു അൺടച്ചബിലിറ്റി ഉണ്ട്. BJP അങ്ങനെ ഒരു മുഖ്യധാര പാർട്ടിയായിട്ട് കണക്കാക്കാൻ പരമ്പരാഗതമായി ഇവിടുത്തെ ഈ ബൈപോളാർ പൊളിറ്റിക്സിൽ ഒരു പ്രസൻസ് കൊടുക്കാൻ മടിയുണ്ടായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്. ജനങ്ങളുടെ ഇടയിൽ തന്നെ BJPക്കുള്ള ഒരു വിരുദ്ധത വരാൻ 2-3 കാര്യങ്ങൾ പരമ്പരാഗതമായിട്ടുണ്ട്. അതിലൊന്ന്, ജനസംഖ്യയിൽ തന്നെ ഉത്തരേന്ത്യയിലുള്ളതുപോലത്തെ ഒരു ശക്തമായൊരു ഹിന്ദു വികാരം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഉത്തരേന്ത്യയിലെ ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ ഹിന്ദു വർഗീയവാദികളാണെന്നും ഇവിടെയുള്ളവരൊക്കെ മതേതരത്വക്കാരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പറയുന്നതിനകത്തും കാര്യമില്ല. പക്ഷേ ട്രഡീഷണലായിട്ട് ഇവിടുത്തെ സാമൂഹിക പരിഷ്കാരങ്ങളൊക്കെ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സെക്യുലർ ആകാൻ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് കഴിഞ്ഞു. അതിൽ തന്നെ ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ ജനസംഖ്യയുള്ള വിഭാഗത്തിന്, ഹിന്ദു വിഭാഗത്തിൽ ഉണ്ടായ മാറ്റം അവർ ഇടതുപക്ഷത്തേക്ക് പോയതുമെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പം അത്തരമൊരു ഇടതുപക്ഷ പശ്ചാത്തലം ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഉള്ളത് കൊണ്ട് BJPയുടെ പ്രസൻസിന്, വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സമാകുന്നത് ഇവിടുത്തെ ലെഫ്റ്റ് പ്രസൻസാണ്. ആ ലെഫ്റ്റ് പ്രസൻസിനെ ദുർബലപ്പെടുത്താതെ BJPക്ക് ഇവിടെ ഒരു ക്രിട്ടിക്കൽ മാസ് ഉണ്ടാക്കാൻ പറ്റില്ല. ആ ക്രിട്ടിക്കൽ മാസ് വരണമെങ്കിൽ കോൺഗ്രസ് അല്ല ദുർബലപ്പെടേണ്ടത്, ലെഫ്റ്റാണ് ദുർബലപ്പെടേണ്ടത്. പക്ഷേ മോദിയും കോൺഗ്രസും മോദിയും BJPയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് മുക്ത കേരളം എന്നാണ്. അതിൻ്റെ ഉദ്ദേശം യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് BJP വരണമെങ്കിൽ കോൺഗ്രസ് അപ്രത്യക്ഷമാണെന്നുള്ളതാണ്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ പരിഗണിക്കാത്ത ഒരു ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൽ 27% മുസ്ലിങ്ങളുണ്ട്. അവരെന്തായാലും BJPയിൽ വരില്ല. അപ്പോൾ പിന്നെ അവർ ലെഫ്റ്റിലേക്ക് പോവുകയുള്ളൂ. കോൺഗ്രസിനെ പൂർണ്ണമായ നാമാവശേഷമാക്കാൻ കഴിഞ്ഞാലേ BJPക്ക് ഇവിടെ വളരാൻ പറ്റൂ എന്നുള്ള ആ തിയറിയിലാണ് ആദ്യം കോൺഗ്രസിനെ, പിന്നീട് ലെഫ്റ്റിനെ. പക്ഷേ CPM എന്ന് പറയുന്നതിനകത്തൊരു വലിയൊരു ഹിന്ദു ബേസ് ഉണ്ട്. അത് സർവേകളിൽ തന്നെ 65% വോട്ട് CPMന് വരുന്നത് ഹിന്ദുസിൽ നിന്നാണ്. അപ്പോൾ ആ ഡേറ്റ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ BJPക്ക് കേരളത്തിൽ വളരാൻ ഒരു ക്രിട്ടിക്കൽ മാസ് ബേസ് ഉണ്ടാക്കാൻ വലിയ വിഷമമുണ്ട്. അപ്പോൾ ഇവിടെ വളരുക എന്നുള്ള ഒരു സാധ്യത പുതിയ ചെറുപ്പക്കാരിലെ, പാവപ്പെട്ടവരുടെ ഇടയിൽ, ഓട്ടോറിക്ഷക്കാരുടെ ഇടയിൽ, സാധാരണക്കാരുടെ പുതിയ വികാരം ഉണ്ടായിട്ടുണ്ടില്ല എന്നും പറയുന്നില്ല. BJPക്ക് ഈ പറയുന്ന തിരുവനന്തപുരത്ത്, തീർച്ചയായിട്ടും തൃശ്ശൂർ, പത്തനംതിട്ട, പാലക്കാട്, കാസർഗോഡ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നല്ല വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്. ആ വോട്ട് ഷെയർ വർദ്ധിച്ചത് 2 അക്കം എന്നുള്ളത് കഴിഞ്ഞ തവണ കഷ്ടിച്ച് വന്നു. ഇത്തവണ വോട്ടിംഗ് ശതമാനം തീർച്ചയായിട്ടും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ 2 അക്കത്തിലുള്ള സീറ്റ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് സാർ? അതും പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ബൈപോളാർ പൊളിറ്റിക്സ്, ഈ 2 പ്രധാനപ്പെട്ട മുന്നണി രാഷ്ട്രീയം, അവർ 2 പേരും കൂടി ചേർത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു 80%-ഓളമുള്ള വോട്ട് ഷെയർ, അതിനെ മറികടക്കാനുള്ള ഒരു ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞാൽ, അത് പറ്റുമെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബൈപോളാർ പൊളിറ്റിക്സിന്റെ ശക്തിയെ ദുർബലപ്പെടുത്താതെ പറ്റില്ല. പക്ഷെ നാഷണൽ പൊളിറ്റിക്സ് വരുമ്പോൾ ബൈപോളാർ പൊളിറ്റിക്സിനകത്ത് തന്നെ UDFനുണ്ടാകുന്ന ഒരു ഹിസ്റ്റോറിക്കൽ അഡ്വാൻറ്റേജ് അവിടെ നിലനിൽക്കുന്നു. അതാണ് രമേശ് ചെന്നിത്തല ഇന്നലെയും പറഞ്ഞത്. മോദി വരട്ടെ, വീണ്ടും വീണ്ടും പോളറൈസേഷനാണ്. മോദി വരുമ്പോൾ മറുവശത്തും പോളറൈസേഷനാണ്. മറുവശത്ത് സെക്യുലറൈസേഷൻ അല്ല, മറുവശത്തും പോളറൈസേഷനാണ്. ഇപ്പോൾ 2 വശത്തും പോളറൈസേഷനാണ് നടക്കുന്നത്. ആ പോളറൈസേഷൻ UDFന് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെയാണ് BJPക്ക് വളരാനുള്ള സാധ്യതയ്ക്കുള്ള ലിമിറ്റ്സ് ഉള്ളത്. അപ്പോൾ ഒരു ഡെമോഗ്രാഫിക് ഡിസഡ്വാൻറ്റേജ് BJPക്ക് കേരള പൊളിറ്റിക്സിലുണ്ട്. ഐഡിയോളജിക്കലായിട്ടുമുണ്ട്, സോഷ്യലായിട്ടുമുണ്ട്. ഈ പശ്ചാത്തലം ഇതിൽ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിൽ BJPക്ക് വളരാൻ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ വെസ്റ്റ് ബംഗാൾ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പോലും BJP പ്രധാന പ്രതിപക്ഷമായി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് BJPക്ക് പശ്ചിമ ബംഗാളിൽ കിട്ടുമ്പോൾ കേരളത്തിൽ ഉള്ള സ്ഥിതി അതാണ്. അത് എനിക്ക് തോന്നുന്നത് BJPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജിയാണ്. അത് വളരെ ശക്തമായ ക്യാമ്പയിൻ സ്ട്രാറ്റജി. ഇപ്പോൾ ഉത്തർപ്രദേശിൽ അവർക്ക് 72 സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത്.
80-ല് അവിടെ 72 അല്ല 80 തന്നെ കിട്ടിയാൽ പോലും കേരളത്തിലെ ഒരു സീറ്റാണ് അതിനേക്കാൾ മൂല്യം വരുന്നത്. കാരണം കേരളത്തിൽ ഒരു സീറ്റിന് UP യിലെ 80 സീറ്റിനേക്കാൾ വിലയുണ്ട്. അപ്പൊ ഇവിടെ ഒരു സീറ്റ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ BJP യെ തടയാൻ പറ്റില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് UDF-ഉം LDF-ഉം ശക്തമായിട്ട് BJP